കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരട്, അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു ആര് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം CPM-നെ നിരന്തരം ശക്തിയുക്തം എതിർക്കുന്ന, അവരുടെ അഴിമതികളെ, ഫാസിസത്തെ ഒക്കെ തന്നെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. നമുക്കറിയാം 2001 അദ്ദേഹം ആദ്യമായിട്ട് എറണാകുളത്തെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിന് തൊട്ടു മുൻപ് 96 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചുവെങ്കിലും തന്റെ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാനായിരുന്നു വിധി. എന്നാൽ പിന്നീടുള്ള 5 വർഷം അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് 2001 അദ്ദേഹം വിജയിച്ചു തുടങ്ങി. 2021 വരെ തുടർച്ചയായിട്ട് 5 തവണ അദ്ദേഹം ആ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 5 തവണയായിട്ട് ജയിച്ച് 25 വർഷമായിട്ട് ജനങ്ങളുടെ MLA ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നമ്മൾ 2006 VS അച്യുതാനന്ദന്റെ കാലത്തുൾപ്പെടെ പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിക്കും. ലോട്ടറി പോലെയുള്ള വിഷയങ്ങളിൽ അന്ന് ധനമന്ത്രിയായ തോമസ് ഐസക്കുമായിട്ട് പരസ്യ സംവാദം നടത്തി അദ്ദേഹത്തെ മുട്ടുകുത്തിക്കുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഓരോ വിഷയങ്ങളും വിശദമായി പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ, ജനപ്രതിനിധികളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം നമ്മൾ പലപ്പോഴും നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും കണ്ടിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് പലപ്പോഴും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്പീക്കർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പലതിലും മാറ്റം വരുത്തുന്ന ഒരു സമീപനം പോലും സ്പീക്കറുടെ ഭാഗത്തുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. CPM-നെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന വ്യക്തി കൂടിയാണ് VD സതീശൻ. സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയിട്ടുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് VD സതീശൻ. അത്തരത്തിൽ CPM-ഉമായിട്ട് നിരന്തരം ഏറ്റുമുട്ടൽ നടത്തുന്ന, അവരുടെ അഴിമതികളെ, അവരുടെ ഫാസിസത്തെ, അവരുടെ വർഗീയതയെ ഒക്കെ തന്നെ, അവർക്കൊപ്പം നിൽക്കുന്ന വർഗീയവാദികളെ ഒക്കെ തന്നെ തുറന്നു കാട്ടി CPM-നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ VD സതീശനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പറവൂർ എന്ന് പറയുന്നത് LDF-ൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ CPI അവരെ കൊണ്ട് കഴിയാവുന്നതെല്ലാം തന്നെ VD സതീശനെ തോൽപ്പിക്കാൻ ചെയ്തിട്ടുണ്ട്. സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രനെ പോലും ഇറക്കി മത്സരിപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ്. എന്നാൽ 2001 തെരഞ്ഞെടുപ്പിൽ വിജയം തുടങ്ങിയ VD സതീശൻ അവിടെ നിന്നും ഓരോ തെരഞ്ഞെടുപ്പിലും 2006-ലും 2011-ലും 2016-ലും 2021-ലും വരെ 5 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊടാൻ എതിരാളികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ അജയ്യനായി നിൽക്കുന്ന, ഇപ്പോൾ ഈ പുതിയ യാത്രയോടുകൂടി കൂടുതൽ കരുത്തനായിട്ട്, കൂടുതൽ ശക്തനായ ഒരു നേതാവായി മാറി, ഒരുപക്ഷെ കേരളത്തിന്റെ ഭാവി നേതാവ് എന്നുള്ള നിലയിൽ ആ ഒരു കരിസ്മയിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ തറ പറ്റിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി CPM പഠിച്ച പണി 18 നോക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലം CPI-യിൽ നിന്നും CPM ഏറ്റെടുത്തേക്കും എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറ്റെടുക്കുമെന്നല്ല, CPI-ക്ക് അവിടെ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. കാരണം VD സതീശനെ കഴിഞ്ഞ 5 തവണയായിട്ട് എതിരിടുകയാണ്. അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതല്ലാതെ അദ്ദേഹത്തെ ഒന്നും തൊടാൻ പോലും പറ്റുന്നില്ല എന്ന് CPI മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല, തങ്ങൾ തോറ്റ് പിന്മാറുകയാണ്, ഇനി നിങ്ങൾ ഏറ്റെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്ന രീതിയിൽ ആ സീറ്റ് CPM-ന് വിട്ടുകൊടുക്കാൻ CPI സന്നദ്ധമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. CPM ഇനിയിപ്പോൾ ഒരു ആവശ്യത്തിന് ഏറ്റെടുത്താലും അവിടെ എന്ത് ചെയ്യും, ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നത് അവരെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പ തന്നെയാണ്, ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നൊരു ആവശ്യമൊക്കെ CPM-നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് സതീശനെ തോൽപ്പിക്കും എന്നൊക്കെ വീമ്പിളക്കി മുദ്രാവാക്യം മുഴക്കി അവിടെ ചെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നത് അവർക്ക് തന്നെ തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും അടുത്ത തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറവൂരിൽ നിന്നും വിജയിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ തിരിച്ചടിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ വലിയ രീതിയിലൊരു
പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. CPIക്ക് ആ സീറ്റ് വേണ്ട എന്ന് പറയുന്ന അവരവിടെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് CPMനെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ CPM ആ സീറ്റ് ഏറ്റെടുക്കാതെ അവർക്ക് നിർവാഹമില്ല. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആരെ രംഗത്തിറക്കും? സതീശനെ പോലെ കാലിബറുള്ള ഒരു നേതാവിനോട് നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു നേതാവിനെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കുക എന്നതാണ് CPMന് മുന്നിലുള്ള ഇനിയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അവിടെ ഒരു പക്ഷേ CPM BJP അന്തർധാര പോലും ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. കാരണം അത്തരത്തിൽ VD സതീശനെ തോൽപ്പിക്കണം എന്ന് ഒരു പ്രതിജ്ഞയെടുത്ത് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് CPM. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, സൈബർ അറ്റാക്കുകളൊക്കെ തന്നെ നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പല സമുദായ നേതാക്കളുടെയും പിന്തുണ തേടുന്നുണ്ട്. നമുക്കറിയാം SNDP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരും ഒക്കെ തന്നെ VD സതീശനോട് പരസ്യമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി അദ്ദേഹത്തോട് തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഏത് സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നാലും അവർ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകളിൽ പറവൂരിൽ കണ്ടിട്ടുള്ളത്. ഒപ്പം സമാനമായ രീതിയിൽ തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ഒരാളായിട്ട് പോലും VD സതീശനോട് സുകുമാരൻ നായർക്ക് വലിയ ഒരു പ്രതിപത്തിയില്ല. അദ്ദേഹം VD സതീശനെതിരെ അങ്ങേയറ്റം മോശപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സമീപനമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ സമുദായ സംഘടനകളും എതിരായിട്ട് നിൽക്കുമ്പോൾ പോലും അവിടെ മണ്ഡലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി, സമുദായങ്ങളുടെ പിന്തുണയൊന്നുമല്ല, ജനങ്ങളുടെ പിന്തുണയോടുകൂടി, തൻ്റെ വോട്ടർമാരുടെ പിന്തുണയോടുകൂടി വലിയ വിജയം കൈവരിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. അത്തരത്തിലുള്ള ഒരു നേതാവിനെ നേരിടാൻ CPMന്റെ കയ്യിൽ ആയുധങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് VD സതീശനെതിരെ അസത്യ പ്രചരണങ്ങളും അപവാദങ്ങളും നിറഞ്ഞ പ്രചരണങ്ങളിലൂടെ അദ്ദേഹത്തെ തകർക്കാനായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് CPMന്റെ സൈബർ ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ടീം, സൈബർ ടീം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും VD സതീശനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങുന്ന CPMന് അത് വലിയൊരു തിരിച്ചടിയായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ജനപ്രതിനിധി. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ ജനവിധി തേടുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഇതിന് ഏറ്റവും വരുന്ന ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ നേതാവാക്കി അദ്ദേഹത്തെ കേരളത്തിന്റെ ഭാവി നേതാവാക്കി മാറ്റാനുള്ള ഒരു പ്രതിജ്ഞ പറവൂരിലെ വോട്ടർമാർ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ VD സതീശനെതിരെ അവിടെ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളെ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് തള്ളിക്കളയുന്നുണ്ട്. അത് തന്നെയാകും പറവൂരിലെ ജനതയും സ്വീകരിക്കുക. ആ രീതി തന്നെയാകും പറവൂരിലെ ജനതയും കൈക്കൊള്ളുക. VD സതീശനെതിരായിട്ടുള്ള കറകളഞ്ഞ മതേതരവാദിയായിട്ടുള്ള VD സതീശനെതിരായിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ പറവൂരിലെ വോട്ടർമാർ പുറംകാലുകൊണ്ട് തുഴിച്ചെറിഞ്ഞ് സതീശനെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നത്.